ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കെ സുരേന്ദ്രൻ കള്ളം പറയുകയാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ. 53% കോഴപ്പണം വാങ്ങിയത് BJP ആണ്. ഇത് മറച്ചുവെച്ചാണ് സുരേന്ദ്രന്റെ പ്രതികരണമെന്നും മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കെ സുരേന്ദ്രൻ കോട്ടയത്ത് നടത്തിയ പ്രതികരണം ഇതായിരുന്നു. സഹോദര, ഇലക്ട്രൽ ബോണ്ട് 6000 കോടി BJP കിട്ടിയപ്പോൾ 14000 കോടി മറ്റുള്ളവർക്കാണ് കിട്ടിയത്. അവരോട് ആരോടെങ്കിലും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടോ? കൈരളി കൊടയും പിടിച്ചിട്ട് ഇലക്ട്രൽ ബോണ്ട് മണിച്ചൻ്റെയും പിന്നെ മാർട്ടിൻ്റെയും ഒക്കെ കാശ് വാങ്ങിയ വലിയ മലയാളിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വാങ്ങിയത് വളരെ നല്ല പൈസയും BJP ചെക്ക് വഴി വാങ്ങിയത് പിന്നെ നിയമപരമായി വാങ്ങി, അതൊന്നും ആ വർത്തമാനമൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും പറയേണ്ടത്. മൊത്തം ഇലക്ട്രൽ ബോണ്ടുകളിൽ 55% BJPക്ക് ലഭിച്ചത്. 6564 കോടി രൂപ BJPക്ക് മാത്രം ലഭിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് മറച്ചുവെച്ചായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ സുരേന്ദ്രൻ പച്ചക്കള്ളം പറയുകയാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഈ വിഷയത്തിൽ SPയോട് കണക്ക് പുറത്തുവിടാൻ പറഞ്ഞത്. ആദ്യം SBI സമയം ചോദിച്ചു, സാധ്യമല്ല. ഏതാണ്ട് അന്ന് പറഞ്ഞത് പിറ്റേ ദിവസം 5 മണിക്ക് മുമ്പ് ഹാജരാക്കി പോകണം. അതനുസരിച്ച് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് SBI മുഴുവൻ കണക്കുകളും ഹാജരാക്കിയപ്പോൾ അതിൽ കണ്ടത് 53% പണവും വാങ്ങിയിട്ടുള്ളത് BJP ആണ്. അതിൽ കുറച്ച് പിന്നെ വന്നിട്ടുള്ള രണ്ടാമത്തെ കക്ഷി തൃണമൂൽ കോൺഗ്രസ്സാണ്, മൂന്നാമത്തെ കക്ഷി കോൺഗ്രസ്സാണ്. ഇങ്ങനെ മറ്റ് ചില കക്ഷികളും പുറകെ വരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം അതിൽ ഇലക്ട്രൽ ബോണ്ടിൽ സമാഹരിച്ച് ഈ കോഴ പറ്റിയിട്ടുള്ളത് BJP തന്നെയാണ്. കോഴ പുറത്തു കൊണ്ടുവന്ന ജഡ്ജിയെ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിക്കാനാണ് BJPയുടെ ശ്രമമെന്നും കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു മന്ത്രി വാസവന്റെ പ്രതികരണം. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.